ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീണ്ടും ഞാൻ കാണിക്കുന്നത് നമ്മുടെ കാനഡയിലെ ഒരു സ്നോ ഡേയെക്കുറിച്ചാണ്. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നൊന്ന് നോക്കിക്കേ. നമ്മുടെ ഈ സ്നോയൊക്കെ ഇങ്ങനെ വീണിട്ട് നമ്മുടെ മരത്തേൽ ബുഷസിലൊക്കെ വീണിട്ട് അതിങ്ങനെ ഫ്രോസൺ ആയിട്ട് ഇരിക്കുവാണ്. ശരിക്കും നമ്മൾ ഈ പോസ്റ്റ് കാർഡിലൊക്കെ കാണുകയല്ലേ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ പോസ്റ്റ് കാർഡൊക്കെ കാണുമായിരുന്നല്ലോ, ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്നോ ഒക്കെ പറ്റിയിരിക്കുന്ന പോലുള്ള. അതേപോലെ എന്നാ ബ്യൂട്ടിഫുള്ളാണെന്നൊന്ന് നോക്കിയേ. ഇത് ദൈവം തമ്പുരാൻ്റെ ക്രിയേഷൻ, ദൈവം തമ്പുരാൻ്റെ ഡെക്കറേഷനല്ലേ എന്നൊന്ന് പറഞ്ഞേ നിങ്ങൾ. എന്നൊരു രസമാണിത് കാണാനായിട്ട്. അപ്പോൾ ഈ ട്രീ ഒക്കെ അതിൻ്റെ ബ്രാഞ്ചിലെല്ലാം ഫ്രോസൺ ആയിട്ടിരിക്കും. അതുപോലെ ഇതൊരു ഒരു ചെടിയാണ്, ഒരു ചെറിയ ചെടിയാണ്. അതിൽ ശരിക്കും ഫ്ലവർ ഉണ്ടായി നിൽക്കുന്നത് പോലെയാണ് ആ സ്നോ വീണിട്ട് അതിങ്ങനെ തങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത്, നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഈ കോട്ടൺ, അതായത് പഞ്ഞിയൊക്കെ വെച്ചിട്ട് ഈ സ്നോയുടെ എഫക്റ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ അന്ന് അത്ര അങ്ങനെ ഒരു ഇമാജിനേഷനിൽ ചെയ്ത കാര്യം ഇപ്പം അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്നു. എന്തോരം ശരിക്കും ആരും ഒന്നും ചെയ്യാതെ തന്നെ ഇത് നേച്ചർ ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും കൂടുതൽ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു നമ്മുടെ തോരണം കെട്ടിയേക്കുന്ന പോലെ ഈ കാണുന്നില്ലേ, ഇതെന്താണെന്നറിയാം, റൂഫിൽ നിന്ന് വെള്ളം ഒലിച്ച് വീണിട്ട് അതങ്ങനെ ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. അത് ശരിക്കും ഒരു തോരണം കെട്ടി നമ്മളിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഇത് ലൈറ്റ് പോലൊക്കെ തൂക്കിയിടത്തില്ലേ, അതുപോലൊക്കെ. അപ്പം എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് നേച്ചർ തന്നെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. എന്നാ ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്.